ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 55. കാളിയമർദ്ദനം. അധവാരിണി ഘോരതരം ഫണിനം പ്രതിവാരയിതും ഹൃദധീർഭഗവൻ ദ്രുതമാരിധീരഗനീപതരും വിഷമാരുതശോഷിതപർണചയം. അല്ലയോ ഭഗവാനെ, ജലവാസിയും ഭയങ്കരനുമായ ആ സർപ്പത്തിൻ്റെ സ്വേച്ഛാനുസൃതമായ വിഹാരത്തിന് പ്രതിബന്ധം സൃഷ്ടിക്കാൻ നിശ്ചയിച്ചുറച്ച അങ്ങ് വിഷക്കാറ്റേറ്റ് വരണ്ട ഇലകളോടുകൂടി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന കദംബവൃക്ഷത്തിൽ കയറി. അതിരുഹ്യപദാംബുരുഹേണ ചതം നവപല്ലവതുല്യമനോജ്ഞരുജ ഹൃതവാരിണി ദൂരതരണ്യപദ പരിഘൂർണിതഘോരതരംഗഗണേ. പുതുപല്ലവം പോലെ മനോജ്ഞകാന്തിയാർന്ന പാദാംബുജങ്ങളാൽ വൃക്ഷത്തിൽ കയറിയ അങ്ങ് അലറിത്തിമർക്കുന്ന തിരമാലക്കൂട്ടങ്ങളോടുകൂടിയ യമുനാജലത്തിൽ വളരെ അകലത്തേക്ക് കുതിച്ചു ചാടി. ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവിഗംബി വിജൃംഭിജലാ പരിമജ്ജയതി സ്മധനുശതകം തടിനീ ഷഡിതി സ്ഫുടഘോഷവതീ. ത്രിലോകങ്ങളുടെ ഭാരം വഹിക്കുന്ന അങ്ങയുടെ അതിഭാരം മൂലം വലിയ ശബ്ദത്തോടുകൂടി വെള്ളം പൊന്തി വരികയും പെട്ടെന്ന് 100 വിൽപ്പാട് ദൂരെയുള്ള കരയിൽ പോലും ജലം പരക്കുകയും ചെയ്തു. അതദിക്ഷു വിദിക്ഷു പരിക്ഷുഭിത ഭ്രമിതോദരവാരിനിനാഥഭരൈ ഉദഗാദുദഗാദുരഗാധിപതി സ്തുതുപാന്തമശാന്തരുഷാന്തമനാ. ദിക്കുകളിലും വിതുക്കുകളിലും ഇളകിമറിയുന്ന ജലത്തിലുണ്ടായ ഗംഭീരധ്വനി കേട്ട് കോപിഷ്ഠനും അവിവേകിയുമായ സർപ്പരാജാവ് പൊന്തിവന്ന് അങ്ങയുടെ നേരെ കുതിച്ചു. ഫണശൃംഗസഹസ്രവിനിസ്രമര ജ്വലദഗ്നികണോഗ്രവിഷാംബുധരം പുരത ഫണിനം സമലോകയദാ ബഹുശൃംഗിണമഞ്ജനശൈലമിവ. അഗ്നിജ്വാലകൾ വഹിക്കുന്നവയും സർവരോഗസംഹാരക്ഷമങ്ങളുമായ ആയിരക്കണക്കിനുള്ള ഫണങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വിഷദ്രാവകത്തോടുകൂടിയ കാളിയനെ അനേകം കൊടുമുടികളുള്ള അഞ്ജനപർവ്വതം പോലെ അങ്ങ് മുൻപിൽ കണ്ടു. ജ്വലദക്ഷിപരീക്ഷരദുഗ്രവിഷശ്വസനോഷ്മഭരസമഹാഭുജഗ പരിദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയതസ്ഫുടജ്യേഷ്ഠമഹോ. 4 ഭാഗത്തും പ്രസരിക്കുന്ന ഉഗ്രവിഷത്തോടും വിഷവായുവോടും കൂടിയ ആ മഹാസർപ്പം ജ്വലിക്കുന്ന നേത്രങ്ങളോടുകൂടി അനന്തമായ ശക്തിയോടുകൂടിയ അങ്ങയെ പലവട്ടം കൊത്തുകയും ജ്യേഷ്ഠകളെ മറക്കാൻ വേണ്ടി ശരീരത്തെ ചുറ്റി മുറുക്കുകയും ചെയ്തു. അവിലോക്യ ഭവന്തമദാകുലിതേ തടഗാമിനി ബാലഗദേനുഗണേ വ്രജഗേഹതലേപ്യ നിമിത്തശതം സമുദീക്ഷ്യ ഗദായമുനാം പശുപാ.
ആ സമയത്ത് നദീതീരത്തിൽ നിന്നിരുന്ന ഗോക്കളും ബാലകരും അങ്ങയെ കാണാതെ വ്യാകുലപ്പെട്ട് നിൽക്കുമ്പോൾ വ്രജഗേഹങ്ങളിൽ അനേകം ദുശ്ശകുനങ്ങളുണ്ടാവുകയും ഗോപന്മാരെല്ലാം പരിഭ്രാന്തരായി യമുനാ നദീതടത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. അഖിലേഷു വിഭോ ഭവദീയദശാമവലോക്യ ജിഹാസുഷു ജീവഭരം ഫണിബന്ധനമാശു വിമുച്യ ജവാദുദഗമ്യദഹാസജുഷാ ഭവദാ. അല്ലയോ പ്രഭോ, അങ്ങയുടെ ദുർദശ കണ്ട് എല്ലാവരും സ്വന്തം ജീവനെപ്പോലും വെടിയാനൊരുങ്ങി നിൽക്കുമ്പോൾ സർപ്പത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും മുക്തനായ അങ്ങ് പുഞ്ചിരിയോടുകൂടി മുകളിലേക്ക് പൊന്തി വന്നു. അതിരുഹ്യ തദഫണിരാജഭണാന്നൃതേ ഭവതാ മൃദുപാദരുജ കളശിഞ്ചിതനൂപുരമഞ്ജുമിളൽ കരകങ്കണസങ്കുലസങ്കുണിതം. പിന്നീട് അങ്ങ് സർപ്പരാജന്റെ ഭണങ്ങളിൽ കയറി നിൽക്കുകയും മന്ദഹാസമധുരകാന്തിയോടെ മൃദുസിഞ്ചിതമുളവാകുന്ന കാൽത്തളകളോടുകൂടിയ പാദങ്ങളാൽ താളത്തിനൊത്ത് കൂടിച്ചേരുന്ന കൈവളകളുടെ ശബ്ദത്തോടുകൂടി നൃത്തം ചെയ്യുകയും ചെയ്തു. ജഗൃഷോ പശുപാസ്തു തുഷൂർമുനയോ വവൃഷോ കുസുമാനി സുരേന്ദ്രഗണാ തൊയി നൃത്യതിമാരുതഗേഹപദേ പരിപാഹി സമാം ത്വമദാന്തഗദാൽ. അങ്ങയുടെ നൃത്തം കണ്ട് ഗോപന്മാർ ആഹ്ലാദിക്കുകയും മുനിമാർ സന്തോഷിക്കുകയും ദേവന്മാർ പുഷ്പവർഷം ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അദമ്യവും വർദ്ധിച്ചു വരുന്നതുമായ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. ശ്രീ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.